അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രയാസം നേരിട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അഭയം തേടിയ സ്വഹാബി, അതാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. أتى أعرابي إلى النبي صلى الله عليه وسلم فقال يا رسول الله أتيناك وما لنا بعير يئت ولا صبي يصطبح وأنشده أتيناك والعذراء يدمى لبانها وليس لنا إلا إليك فرارنا وأين فرار الناس إلا إلى الرسل. فقام رسول الله صلى الله عليه وسلم يجر رداءه حتى صعد المنبر فقال اللهم اسقنا غيثنا مغيثا مديا مربعا غدقا طبقا نافعا غير لاذ عاجلا غير رائث تملأ به الضرع وتنبت به الزرع وتحيي به الأرض بعد موتها വകദാലിക്കൽ ഖുറൂജ്. വളരെ സുദീർഘമായ ഹദീസിൻ്റെ ആശയം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. മദീനയിൽ കടുത്ത വരൾച്ചയും ക്ഷാമവും പിടിപെട്ടപ്പോൾ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഞങ്ങൾക്ക് മഴയും ഭക്ഷണവും ഒന്നുമില്ലാതെ ബുദ്ധിമുട്ടുകയാണെന്ന് പറഞ്ഞ് ആവലാതി ബോധിപ്പിച്ചു. ആ കൂട്ടത്തിൽ ഇങ്ങനൊരു വാക്ക് കൂടി പറയുകയുണ്ടായി, വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുന വഅൈന ഫിറാറുന്നാസി ഇല്ലാ ഇലർ റുസുലി. ഞങ്ങൾക്ക് അങ്ങയിലേക്കല്ലാതെ എങ്ങോട്ടാണ് ഓടി വരാനുള്ളത്? ഓ നബിയേ, ഞങ്ങൾക്ക് അഭയവും പ്രയാസങ്ങളും ഉള്ളപ്പോൾ ഓടിപ്പോകാൻ അമ്പിയാക്കളല്ലാതെ വേറെ ആരുണ്ട്? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തുകൊണ്ട് അവർക്ക് അല്ലാഹുവിൽ നിന്ന് മഴ വാങ്ങിക്കൊടുത്തു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഗ്രന്ഥങ്ങൾ: 1 അർ-റൗളു വൽ ഹദായിഖു ഫീ തഹ്ദീബി സീറ, 2 അഅലാമുൻ നുബുവ്വ ലിൽ ഇമാം അൽ-മാവർദി ശാഫിഈ, 3 അൽ-ഇസ്തിദ്കാറു ലിബ്ൻ അബ്ദുൽ ബർജ്, 4 അൽ-ഹദീസു തിവാൽ ലിത്-തബറാനി, 5 ദലായിലുൻ നുബുവ്വ, 6 ഹാഫിദ് ഇബ്ൻ കസീർ റഹിമഹുല്ലാ അൽ-ബിദായത്തു വൻ-നിഹായ, 7 ഹാഫിദ് ഇമാം യൂസുഫ് ഷാമി റഹിമഹുല്ലാ സുബുലുൽ ഹുദാ വർ-റഷാദ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ ഞാൻ ഉത്തരം നൽകുമെന്നർത്ഥം വരുന്ന ആയത്തും മഴ കൊടുക്കുന്ന അള്ളാഹുവാണെന്നറിയാത്തവരല്ല ആവലാദികൾ ബോധിപ്പിച്ച സ്വഹാബി. അള്ളാഹുവാണ് പരമമായ രക്ഷാധികാരിയും സഹായിയുമെന്ന് വ്യക്തമായി അറിയുന്ന സ്വഹാബികൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് അഭയം തേടുന്നതാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതൊക്കെ ജീവിതകാലത്തല്ലേ എന്ന് ചോദിക്കാൻ വരുന്ന കക്ഷികളോടുള്ളൊരു ചോദ്യം: മഴ ചോദിക്കപ്പെടേണ്ടത് ആരോട്? എന്നോട് ചോദിച്ചോളൂ ഞാൻ ഉത്തരം ചെയ്യുമെന്നർത്ഥം വരുന്ന ആയത്ത് അപ്പോൾ ഖുർആനിലില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് മേൽപ്പറഞ്ഞ വിഷയങ്ങളൊന്നും ബാധകമല്ലേ? ഞങ്ങൾക്ക് പ്രയാസം വരുമ്പോൾ അഭയം തേടാൻ അമ്പിയാക്കളല്ലാതെ ആരുണ്ട് എന്ന ആ സ്വഹാബിയുടെ വാക്കിനർത്ഥം അള്ളാഹുവിൻ്റെ അടുത്ത് അഭയം കിട്ടില്ല എന്നാണോ? ഒരിക്കലുമല്ല. സ്വഹാബികളെക്കാൾ തൗഹീദ് മനസ്സിലാക്കിയവരാണ് ഞങ്ങളെന്ന് ഇന്നുള്ള ഒരാൾക്കും അവകാശപ്പെടാനും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.